ഖാജ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഗിയാസുദ്ദീൻ വലിയ എന്നൊരു മഹാൻ ജീവിച്ചിരുന്നു. ഗുഹയിലാണ് അദ്ദേഹം ബാത്ത് ചെയ്തിരുന്നത്. അവിടെ പോയിട്ട് കാലത്തങ്ങൾ അദ്ദേഹത്തോട് ദുആ വസിയത്തെല്ലാം ചെയ്യിക്കാറുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കാതിലൊരു വാർത്ത കേട്ടു. ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് അത്ഭുതങ്ങളെ കാണിച്ചിട്ട് താൻ വലിയാണ് എന്ന നിലയിൽ ജനങ്ങൾ അദ്ദേഹത്തെ പൊക്കി പിടിച്ചു നടക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും അത്ഭുതമാണല്ലോ വലിയനെ നിശ്ചയിക്കുന്നത്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ ഗിയാസുദ്ദീൻ ഔലിയ ചെല്ലുകയാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ തൻ്റെ കൈ നെഞ്ഞത്തിട്ട് അടിച്ചുകൊണ്ട് പറയും, എൻ്റെ ഉമ്മ നരകത്തിലാണെന്ന് പറയും. ഉടനെ തന്നെ ഗിയാസുദ്ദീൻ ഔലിയ അള്ളാഹുവിനോട് തൻ്റെ ഹൃദയത്തിൽ പറയും, റബ്ബേ, നിന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ നിനക്ക് ചൊല്ലിവെച്ച 70,000 ദിക്റുകളിൽ ഒന്ന്, അത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഹദിയ ചെയ്യാണ്. നീ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം റബ്ബേ എന്ന് പറയും. ഉടനെ തന്നെ ദൂരെ നിന്നിരുന്ന ചെറുപ്പക്കാരൻ നെഞ്ഞത്തിട്ട് കൈ അടിച്ചുകൊണ്ട് പറയും, എൻ്റെ ഉമ്മ സ്വർഗത്തിലായി, എൻ്റെ ഉമ്മ സ്വർഗത്തിലായി. 70,000 ദിക്റിൻ്റെ ഒരു പവറാണ് ഈ പറയുന്നത്. അബ്ദുല്ലാഹുൽ യാഫി റളിയല്ലാഹു തൻ്റെ ഇർഷാദ് എന്ന സൂഫി ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയൊരു ചരിത്രമാണത്. അപ്പോൾ 70,000 ദിക്ർ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരു ദിവസം 2333 ദിക്ർ ചെല്ലിയാൽ ലായിലാഹ ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് 70,000-ന് 10 ദിക്ർ കുറയുള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസം 10,000 വെച്ച് ചെല്ലുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച നമുക്ക് 70,000 നമുക്ക് വഴങ്ങാൻ പറ്റും. ജീവിതത്തിൽ ഏറ്റവും ആനന്ദമായിട്ടുള്ള അനുഭവങ്ങൾ, ശാന്തത നമുക്ക് ലഭിക്കാൻ ദിക്റല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഖാജ തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അവിടുത്തെ ഒരു കറാമത്ത് പറയാൻ ആഗ്രഹിച്ചെന്ന് മാത്രം.